സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു. പിതാവേ, നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുകയും നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനുമുള്ള അവസരത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യാം. നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം. സഹോദരങ്ങളെ, ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം തമ്പുരാനോട്. ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമരുളണമേ. ആമേൻ. പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി വരണമേ. കർത്താവെ, ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി ദാഹിക്കുന്നു, ഞങ്ങളിൽ വന്നു നിറയണമേ. 76-ാം സങ്കീർത്തനം. ജേതാവായ ദൈവം. ദൈവം യൂദയായിൽ പ്രസിദ്ധനാണ്. ഇസ്രായേലിൽ അവിടുത്തെ നാമം മഹനീയവുമാണ്. അവിടുത്തെ നിവാസം സാലേമിലും വാസസ്ഥലം സിയോനിലും സ്ഥാപിച്ചിരിക്കുന്നു. അവിടെ വച്ച് അവിടുന്ന് മിന്നൽ പോലെ പായുന്ന അസ്ത്രങ്ങളും പരിചയും വാളും എല്ലാ ആയുധങ്ങളും തകർത്ത് കളഞ്ഞു. അങ്ങ് മഹത്വപൂർണനാകുന്നു. ശാശ്വത ശൈര്യങ്ങളെക്കാൾ അങ്ങ് പ്രതാപവാനാണ്. ധീരരുടെ കൊള്ള മുതൽ അവരിൽ നിന്ന് കവർന്നെടുത്തു. അവർ നിദ്രയിലാണ്ടു. യോദ്ധാക്കൾക്ക് കൈ ഉയർത്താൻ കഴിയാതെ പോയി. യാക്കോബിൻ്റെ ദൈവമേ, അങ്ങ് ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നടുങ്ങി നിലം പതിച്ചു. അങ്ങ് ഭീതിതനാണ്. അങ്ങയുടെ കോപം ഉജ്ജ്വലിച്ചാൽ പിന്നെ ആർക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ കഴിയും? ആകാശത്തിൽ നിന്ന് അങ്ങ് വിധി പ്രസ്താവിച്ചു. നീതി സ്ഥാപിക്കാൻ, ഭൂമിയിലെ എല്ലാ പീഡിതരെയും രക്ഷിക്കാൻ അവിടുന്ന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയന്ന് സ്തംഭിച്ചുപോയി. മനുഷ്യൻ്റെ ക്രോധം പോലും അങ്ങേക്ക് സ്തുതിയായി പരിണമിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടുന്നവർ അങ്ങയുടെ ചുറ്റും ചേർന്ന് നിൽക്കും. നിങ്ങളുടെ ദൈവമായ കർത്താവിന് നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യുവിൻ. ചുറ്റുമുള്ളവർ ഭീതിതനായ അവിടുത്തേക്ക് കാഴ്ചകൾ കൊണ്ടുവരട്ടെ. അവിടുന്ന് പ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ചു കളയും. ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവിടുന്ന് ഭയകാരണമാണ്. പ്രിയ ദൈവജനമേ, സങ്കീർത്തനം 76-ൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ ശക്തിയുടെയും നീതിയുടെയും മനോഹരമായ ഒരു ചിത്രമാണ്. വിജാതീയ ശക്തികളുടെ മുൻപിൽ ഇസ്രായേൽ ജനത ഭയന്ന് പറിച്ചപ്പോൾ ദൈവം സിയോനിൽ തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവിടുന്ന് അവിടുത്തെ കൂടാരം ശാലേമിലും വാസസ്ഥലം സിയോനിലും സ്ഥാപിച്ചിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ജനത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും വില്ലിൻ്റെ മിന്നുന്ന അമ്പുകളും പരിചയും വാളും എല്ലാം തകർത്ത് കളയുകയും ചെയ്തു. ഭൂമിയിലെ പ്രബലരായവർ പോലും അവൻ്റെ മുൻപിൽ നിസ്സഹായരായി നിന്നു. അവരുടെ രഥങ്ങളും കുതിരപ്പടയും ശാസന കേട്ട് നിശ്ചലമായി പോയി. ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലെ ഭീഷണികളോടും വെല്ലുവിളികളോടും ദൈവം എത്രമാത്രം വിശ്വസ്തയോടെ പ്രതികരിക്കുന്നു എന്നും ഈ സങ്കീർത്തന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നീതിമാന്മാർക്ക് വേണ്ടി വിധി നടത്താൻ ദൈവം സ്വർഗത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഭൂമി ഭയന്ന് വിറങ്ങലിച്ച് നിശബ്ദമായി നിന്നു. അവിടുത്തെ കോപം മനുഷ്യൻ്റെ ദുഷ്ടതയെപ്പോലും അവിടുത്തെ സ്തുതിയിലേക്കായി തിരിക്കുന്നു. നമുക്കെതിരെ വരുന്ന ഏത് ശക്തിക്കും അവിടുത്തെ പദ്ധതികളെ തകർക്കാൻ കഴിയില്ല. അവിടുത്തെ കോപത്തിൻ്റെ ബാക്കി പത്രമായി അവിടുന്ന് ഒരു ബെൽറ്റ് പോലെ ചുറ്റും നമ്മളെ സംരക്ഷിക്കുന്നു. അവിടുന്ന് പ്രഭുക്കന്മാരുടെ ധിക്കാരത്തെ ഇല്ലാതാക്കുകയും ഭൂമിയിലെ രാജാക്കന്മാർക്ക് ഭയങ്കരനായിരിക്കുകയും ചെയ്യും എന്ന് വചനം പറയുന്നു. ഭയങ്കരനും നീതിമാനുമായ ഒരു ദൈവത്തെയാണ് സഹോദരങ്ങളെ നാം ഇവിടെ വായിക്കുക, ഇവിടെ മനസ്സിലാക്കുക. അവിടുത്തെ മുൻപിൽ ആർക്കാണ് നിൽക്കാൻ സാധിക്കുക? ഈ ലോകത്തിലെ സർവ്വവും അവിടുത്തെ ആജ്ഞകൾക്ക് കീഴടങ്ങും. ഈ സങ്കീർത്തന ഭാഗത്തിൻ്റെ പൂർത്തീകരണം നാം കർത്താവായ യേശുക്രിസ്തുവിൽ കാണുന്നു. അവിടുന്ന് നമ്മെ രക്ഷിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവമാണ്, ത്രിത്വേക ദൈവം. യോഹന്നാൻ്റെ സുവിശേഷം 18:6 കാണുന്നത് പോലെ യേശുവിനെ പിടിക്കാൻ വന്ന സൈനികരോട് ഞാനാണ് നിങ്ങൾ തിരയുന്നവൻ എന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നോട്ട് പോയി നിലത്ത് വീണു. അവിടുത്തെ ശക്തിയുടെ വളരെ ചെറിയൊരു വെളിപ്പെടുത്തൽ പോലും മനുഷ്യശക്തിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. കൊളോസോസ് 2:15 നാം വായിക്കുന്നത് പോലെ കർത്താവായ യേശു കുരിശിൽ മരണത്തെ ജയിച്ചപ്പോൾ അവിടുന്ന് എല്ലാ അധിപതികളെയും അധികാരങ്ങളെയും നിരായുധരാക്കി.
ഈ സങ്കീർത്തന ഭാഗത്തിൽ വർണ്ണിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ വിജയം യേശുവിൻ്റെ കുരിശിലെ വിജയത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നു. സഹോദരങ്ങളെ, കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം കാത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ അന്ത്യകാല നിമിഷങ്ങളിൽ ഈ സങ്കീർത്തന ഭാഗത്തിൽ നിന്ന് നമുക്ക് നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാം. നമ്മുടെ ഭക്തിയും സമർപ്പണവും വെറും വാക്കുകളിൽ ഒതുക്കാതെ ക്രിസ്തു സാക്ഷ്യമായി തീരണം. നമ്മുടെ ജീവിതം അവിടുത്തെ ഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച് അവിടുത്തെ മഹത്വത്തിന് വേണ്ടി ജീവിക്കാൻ പരിശ്രമിക്കണം. സൃഷ്ടാവായ കർത്താവിന് നമ്മുടെ കാഴ്ചകൾ അർപ്പിക്കാൻ നാം തയ്യാറായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അവിടുത്തേക്കായി നാം മാറ്റിവെച്ച കാര്യങ്ങൾ അവിടുത്തേക്ക് സ്വീകാര്യമായിരിക്കണം. സഹോദരങ്ങളെ, ഈ ലോകം നമ്മെ പല വിധത്തിൽ വഴിതെറ്റിക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കി ആത്മശോധന ചെയ്ത് നമ്മെ തന്നെ നവീകരിച്ച് നമ്മുടെ കർത്താവിലേക്ക് മടങ്ങാൻ ഈ സങ്കീർത്തന ഭാഗം നമ്മെ ക്ഷണിക്കുന്നു, നമ്മെ പഠിപ്പിക്കുന്നു. കാരണം നമ്മുടെ ബലഹീനതകൾക്കും കുറവുകൾക്കും നടുവിൽ അവിടുന്ന് തൻ്റെ മഹത്തായ ശക്തി വെളിപ്പെടുത്തുന്നു. പാപത്തിൽ നിന്നുള്ള മടങ്ങിപ്പോക്ക് കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. അവിടുന്ന് നമ്മെ കാത്തിരിക്കുന്നു. അവിടുത്തെ കരുണ അനന്തമാണ്. കർത്താവിൻ്റെ നീതിയും ശക്തിയും വെളിപ്പെടുത്തുന്ന ആ രണ്ടാം വരവിൻ്റെ ദിവസത്തിനായി നമുക്ക് ഒരുക്കം ഉള്ളവരായിരിക്കണം. ആർക്കും അവിടുത്തെ മുൻപിൽ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇഷ്ടം നിറവേറ്റി ജീവിക്കാൻ നാം ശ്രദ്ധിക്കണം. നമ്മോട് പിതാവായ ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ആവശ്യപ്പെടുന്നത് വിശുദ്ധിയാണ്. ബി ഹോളി ആസ് ഐ ആം. നമ്മുടെ ജീവിതത്തെ അവിടുത്തെ കൈകളിൽ സമർപ്പിക്കുകയും എപ്പോഴും അവിടുത്തെ വരവിനായി കാത്തിരിക്കുകയും ചെയ്യാം. ഭയങ്കരനായ ദൈവത്തിന് കാഴ്ചയർപ്പിക്കാൻ നമ്മൾ തയ്യാറാണോ? ആ ഭയങ്കരനായ ദൈവം നമ്മുടെ അപ്പനാണ്, നമ്മെ സ്നേഹിക്കുന്ന അപ്പനാണ്. നിൻ്റെ ഭൂമിയിലുള്ള അപ്പനും അമ്മയും നിന്നെ മറന്നാലും ഒരു നാളും നിന്നെ ഞാൻ കൈവിടില്ല എന്ന് ഗ്യാരണ്ടി ചെയ്ത, ഞാനും നിങ്ങളും ജനിക്കുന്നതിന് മുമ്പ് നിൻ്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തി നിന്നെ ഞാൻ വിളിച്ചു ഓമനക്കുട്ടൻ എന്ന് പറയുന്ന നമ്മുടെ നല്ലവനായ ദൈവം, ആ ദൈവത്തിന് കാഴ്ചയർപ്പിക്കാൻ നമ്മൾ തയ്യാറാണോ? ചിന്തിക്കാം, നമുക്ക് ചോദിക്കാം നമ്മോട് തന്നെ. നമ്മൾ ദൈവത്തിനായി ജീവിച്ചെങ്കിൽ മാത്രമേ അവിടുത്തേക്ക് നമ്മെ സ്വീകരിക്കാൻ കഴിയൂ. ധൂർത്ത് പുത്രരെ പോലെ മടങ്ങി വരാം, രണ്ട് കൈയും നീട്ടി നമ്മുടെ അപ്പൻ എപ്പോഴും സ്വീകരിക്കും. അതിനാൽ അവിടുത്തെ വിളി കേട്ട് നമുക്ക് ഓരോരുത്തർക്കും ജാഗരൂകരായി നന്നായി ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ. അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് തൃപാദത്തിൽ സമർപ്പിക്കുന്നു. നാഥ, തിരിച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ആബാപിതാവേ, അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ. വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ. നാഥ, നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.